ഹായ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പ്ലൂട്ടോയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഡെയിലി കറണ്ട് അഫയേഴ്സ് സീരീസ് ഇന്ന് മുതൽ ആരംഭിക്കുകയാണ്. അപ്പോൾ മാക്സിമം മനസ്സിലാകുന്ന രീതിയിൽ എന്ത് ചെയ്യും, നമ്മുടെ ക്ലാസ്സുകൾ കൊണ്ടുപോകും. അതേപോലെ തന്നെ നമ്മുടെ കറണ്ട് അഫയേഴ്സ് തന്നെ ആയതുകൊണ്ട് എന്ത് ചെയ്യും, നമ്മൾ പിന്നെയും അത് റിപ്പീറ്റ് ചെയ്ത് പഠിച്ചിട്ടേ നമ്മൾ പോവുള്ളൂ. അതേപോലെ തന്നെ നമ്മുടെ ഒരു വീഡിയോയിൽ നമ്മൾ 30 ചോദ്യങ്ങളാണ് നോക്കുന്നത്. പിന്നെ ഒന്നുകൂടി പറയാം, നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങളൊരു പേപ്പറും പേനയുമായിട്ട് ഇരിക്കുക. അതേപോലെ തന്നെ പെട്ടെന്ന് നോട്ടുകൾ തയ്യാറാക്കുക. എന്ന് പറയുമ്പോൾ ഞാൻ ഒരു ചോദ്യം പറയും, അവിടെ ആ ചോദ്യം പറയുമ്പോൾ ആ ഒരു ചോദ്യത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ആ ചോദ്യത്തിനെ പെട്ടെന്ന് എഴുതുക. അതേപോലെ തന്നെ ഉത്തരത്തെയും എഴുതി വയ്ക്കുക. അങ്ങനെ നിങ്ങൾ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, പെട്ടെന്ന് എന്ത് ചെയ്യും, നമ്മുടെ കറണ്ട് അഫയേഴ്സ് ഉറപ്പായിട്ടും കിട്ടും. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. ദേശീയ വായനാ ദിനം എന്നാണ്? അത് ജൂൺ 19-നാണ്. അപ്പോൾ ദേശീയ വായനാ ദിനം എന്നാണ്ട ജൂൺ 19-നാണ് ദേശീയ വായനാ ദിനമായിട്ട് ആചരിക്കുന്നത്. എന്നാണ് ജൂൺ 19. അടുത്ത് രണ്ടാമത്തെ ചോദ്യമാണ്, ഇറാൻ്റെ തന്ത്രപ്രധാന കേന്ദ്രങ്ങൾക്ക് നേരെ നമ്മുടെ ഇസ്രായേൽ അടുത്തിടെ നടത്തിയ സൈനിക നടപടി ഏതാണ്? ഓപ്പറേഷൻ റൈസിംഗ് ലയണാണ്. അപ്പോൾ ഇറാൻ്റെ തന്ത്രപ്രധാന കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രായേൽ അടുത്തിടെ നടത്തിയ സൈനിക നടപടിയുടെ പേര് എന്താണ്? ഓപ്പറേഷൻ റൈസിംഗ് ലയൺ. അപ്പോൾ ഓപ്പറേഷൻ റൈസിംഗ് ലയൺ എന്ന് കേൾക്കുമ്പോൾ എന്ത് ചെയ്യണം, നമ്മുടെ ഇറാൻ്റെ തന്ത്രപ്രധാന കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ നടത്തിയ സൈനിക നടപടിയാണ് എന്ന് പെട്ടെന്ന് ഓർക്കണം. അപ്പോൾ എന്താണ് ഓപ്പറേഷൻ റൈസിംഗ് ലയൺ? അടുത്ത് മൂന്നാമത്തെ ചോദ്യമാണ്, 2025 ജൂൺ 12-ന് അഹമ്മദാബാദിൽ തകർന്നു വീണ എയർ ഇന്ത്യ വിമാനം. ഡേറ്റ് ഓർക്കുക, 2025 ജൂൺ 12-ന്. എല്ലാവർക്കും അറിയാം, കുറേ ആൾക്കാരുടെ ജീവൻ നഷ്ടപ്പെട്ടു. വളരെ വേദനാജനകമായ ഒരു കാഴ്ചയാണ് നമുക്ക് എല്ലാവരും കണ്ടത്. പോട്ടെ, ഇപ്പോൾ 2025 ജൂൺ 12-ന് അഹമ്മദാബാദിൽ തകർന്നു വീണ എയർ ഇന്ത്യ വിമാനം ഏതാണ്? അത് ബോയിങ് 787 ഡ്രീം ലൈനർ AI-171 എന്ന വിമാനമാണ്. അപ്പോൾ 2025 ജൂൺ 12-ന് അഹമ്മദാബാദിൽ തകർന്നു വീണ എയർ ഇന്ത്യ വിമാനം ഏതാണ്? ബോയിങ് 787 ഡ്രീം ലൈനർ AI-171 എന്ന വിമാനമാണ്. മനസ്സിലായല്ലോ? അടുത്ത നമ്മുടെ നാലാമത്തെ ചോദ്യമാണ്, US-ൻ്റെ പുതിയ മിസൈൽ പ്രതിരോധ സംവിധാനത്തിൻ്റെ പേര് എന്താണ്? ഗോൾഡൻ ഡോം എന്നാണ്. അപ്പോൾ നമ്മുടെ അമേരിക്കയുടെ പുതിയ മിസൈൽ പ്രതിരോധ സംവിധാനത്തിൻ്റെ പേരെന്താണ്? ഗോൾഡൻ ഡോം എന്നാണ്. അമേരിക്കയുടെ പുതിയ മിസൈൽ പ്രതിരോധ സംവിധാനത്തിൻ്റെ പേരെന്താണ്ടാ? ഗോൾഡൻ ഡോമാണ്. അടുത്ത അഞ്ചാമത്തെ ചോദ്യമാണ്, ഉള്ളൂർ സ്മാരക സമിതി മികച്ച കവിതാ സമാഹാരത്തിന് ഏർപ്പെടുത്തിയിട്ടുള്ള 2025-ലെ ഉള്ളൂർ അവാർഡ് നേടിയ മഞ്ജു വെള്ളായണിയുടെ കൃതി ഏതാണ്? ജലജമന്തികളാണ്. അപ്പോൾ ജലജമന്തികളാണ് 2025-ലെ ഉള്ളൂർ അവാർഡ് നേടിയ കൃതി. ഇത് ആരുടെ കൃതിയാണ്? മഞ്ജു വെള്ളായണിയുടെ കൃതിയാണ്. ഇതിൽ നിന്ന് കിട്ടുന്ന ചോദ്യങ്ങൾ ഏതൊക്കെയാണ്? 2025-ലെ ഉള്ളൂർ അവാർഡ് ജേതാവാര്? ആരാണ്? അത് മഞ്ജു വെള്ളായണിയാണ്. അപ്പോൾ മഞ്ജു വെള്ളായണിയുടെ ഏത് കൃതിക്കാണ് 2025-ലെ ഉള്ളൂർ അവാർഡ് നേടിയത്? ഏത് കൃതിക്കാണ്ടാ? ജലജമന്തികൾ എന്ന കൃതിക്കാണ് അവാർഡ് കിട്ടിയത്. മനസ്സിലായല്ലോ? അപ്പോൾ ഞാൻ പിന്നെയും റിപ്പീറ്റ് ചെയ്യുകയാണ്, ഈ ഒരു വീഡിയോ കാണുന്നവർ ചെറിയൊരു പേപ്പർ കഷ്ണം എടുത്ത് വെച്ചിട്ട് ഇപ്പോൾ ഞാനിപ്പോൾ ഈ ഇത്രയും ചോദ്യം വായിച്ചത് നിങ്ങൾക്ക് പെട്ടെന്ന് എഴുതാൻ പറ്റും. എന്താണ്? 2025 ഉള്ളൂർ പുരസ്കാരം മഞ്ജു വെള്ളായണി, കൃതി എന്താണ്? ജലജമന്തി. ഇങ്ങനെ ജസ്റ്റ് എഴുതി വെച്ചാൽ മതി. പിന്നെ ഒരു കുറച്ച് സമയം കഴിഞ്ഞിട്ട് നിങ്ങൾ ഇപ്പോൾ കാണുന്നവർ ഒരു 5-6-7 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് പിന്നെയും വായിക്കുമ്പോൾ എന്ത് ചെയ്യും, അത് കറക്റ്റായിട്ട് കിട്ടും. മനസ്സിലായല്ലോ? വലിയ നോട്ടായിട്ട് എഴുതി വയ്ക്കരുത്, ചെറിയ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന ചെറിയ നോട്ടുകളായിട്ട് എഴുതി വെച്ചാൽ മതി. അപ്പോൾ 2025-ലെ ഉള്ളൂർ അവാർഡ് ജേതാവ് മഞ്ജു വെള്ളായണിയാണ്. കൃതി ഏതാണ്ടാ? ജലജമന്തികൾ. അടുത്ത ആറാമത്തെ ചോദ്യമാണ്, ദക്ഷിണ കൊറിയയുടെ പുതിയ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ലീ ജെ മ്യൂങ് ആണ്. അപ്പോൾ ദക്ഷിണ കൊറിയയുടെ പുതിയ പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? അത് ലീ ജെ മ്യൂങ് ആണ്. അപ്പോൾ ദക്ഷിണ കൊറിയയുടെ പുതിയ പ്രസിഡൻ്റ് ആരാണ്? ലീ ജെ മ്യൂങ്. അടുത്ത ഏഴാമത്തെ ചോദ്യം, തപാൽ ഇടപാടുകൾക്ക് ഉപയോഗിക്കുന്ന പിൻകോഡ് പോലെ ഡിജിറ്റലായി വിലാസങ്ങൾ അടയാളപ്പെടുത്തുവാനും കണ്ടെത്താനും തപാൽ വകുപ്പ് അവതരിപ്പിച്ച സംവിധാനമേത്?
അത് ഡിജി പിന്നാണ്, ഡിജിറ്റൽ പോസ്റ്റൽ ഇൻഡെക്സ് നമ്പർ. അതാണ് നമ്മുടെ ഡിജി പിൻ എന്ന് പറയുന്നത്. നമ്മുടെ തപാലിടപാടുകൾക്ക് ഉപയോഗിക്കുന്ന പിൻകോഡ് പോലെ തന്നെ ഡിജിറ്റലായിട്ട് വിലാസങ്ങൾ അടയാളപ്പെടുത്തുവാനും കണ്ടെത്താനും തപാൽ വകുപ്പ് അവതരിപ്പിച്ച സംവിധാനമാണിത്, നമ്മുടെ ഡിജി പിൻ, ഡിജിറ്റൽ പോസ്റ്റൽ ഇൻഡെക്സ് നമ്പർ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ. അടുത്ത 8ാമത്തെ ചോദ്യമാണ്, ഇലോൺ മസ്കിൻ്റെ വൈദ്യുത കാർ നിർമ്മാണ കമ്പനിയായ ടെസ്ലയുടെ ഹ്യൂമനോയിഡ് റോബോട്ട് പദ്ധതിയുടെ തലവനായിട്ട് നിയമിതനായ ഇന്ത്യൻ വംശജൻ ആരാണ്? ഇപ്പോൾ നമ്മുടെ ടെസ്ല പുതിയൊരു കാർ ഇറക്കി, നിങ്ങൾ കണ്ടോയെന്ന് എനിക്കറിഞ്ഞൂടാ. ഒരു പരസ്യം, നമ്മുടെ ഒരു വലിയൊരു പരസ്യമാണ് ചെയ്തത്. എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരാൾ കാർ ബുക്ക് ചെയ്യുന്നു, ആ കാറ് തന്നെ സ്വന്തമായിട്ട് അയാളുടെ വീട്ടിൽ കൊണ്ട്, കാറ് സ്വന്തമായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് റോബോട്ടിക്കായിട്ട് അയാളുടെ വീട്ടിൽ ഓടിച്ചെത്തുന്ന ഒരു പരസ്യം. ആ ഒരു പരസ്യം ടെസ്ല ഇറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു AI തലവൻ ആരാണ്? നമ്മുടെ ഈ ഒരു അശോക് എള്ളുസ്വാമിയാണ് നമ്മുടെ ടെസ്ലയുടെ AI റോബോട്ട് പദ്ധതിയുടെ തലവൻ എന്ന് പറയുന്നത്. അതിൻ്റെയൊക്കെ പിറകിൽ നമ്മുടെ അശോക് എള്ളുസ്വാമിയാണ്. മനസ്സിലായല്ലോ. അപ്പോൾ ഇലോൺ മസ്കിൻ്റെ വൈദ്യുത കാർ നിർമ്മാണ കമ്പനിയായ ടെസ്ലയുടെ ഹ്യൂമനോയിഡ് റോബോട്ട് പദ്ധതിയുടെ തലവനായിട്ട് നിയമിതനായ ഇന്ത്യൻ വംശജൻ ആരാണ്? അത് അശോക് എള്ളുസ്വാമിയാണ്. മാക്സിമം നിങ്ങൾ ആ പരസ്യം ഒന്ന് കാണാൻ ശ്രമിക്കുക. പരസ്യമുള്ള അവരുടെ ആ ഒരു ഇതാണ്, അതൊന്ന് കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പോൾ ആരാണ്? അശോക് എള്ളുസ്വാമി. അടുത്ത് 9ാമത്തെ ചോദ്യം, 2025 ജൂണിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച വെസ്റ്റ് ഇൻഡീസിൻ്റെ വിക്കറ്റ് കീപ്പർ ബാറ്റർ ആരാണ്? നിക്കോളാസ് പൂരനാണ്. അപ്പോൾ 2025 ജൂൺ മാസത്തിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച വെസ്റ്റ് ഇൻഡീസിൻ്റെ വിക്കറ്റ് കീപ്പർ ബാറ്റർ ആരാണ്? അത് നിക്കോളാസ് പൂരനാണ്. ആരാണ്? നിക്കോളാസ് പൂരൻ. നമ്മൾ ഇത്രയും പറഞ്ഞു പോയിട്ട് നമ്മൾ എന്ത് ചെയ്യും? പിന്നെയും ഈ ചോദ്യങ്ങൾ ഒരു പ്രാവശ്യം കൂടി ഫുള്ള് വായിച്ചിട്ടേ നമ്മൾ അവസാനിപ്പിക്കുള്ളൂ. മാക്സിമം എന്ത് ചെയ്യണം? നമുക്ക് ചോദ്യങ്ങൾ കിട്ടണം, ഉത്തരങ്ങൾ നമുക്ക് കിട്ടണം. മനസ്സിലായല്ലോ. അതാണ് ഈ വീഡിയോയിലെ ഒരു മെയിൻ കാര്യമെന്ന് ഞാൻ ഏറ്റവും കൂടുതൽ ഉദ്ദേശിക്കുന്ന ആ ഒരു കാര്യമാണ്. ഓക്കെ. അപ്പോൾ 2025 അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച വെസ്റ്റ് ഇൻഡീസിൻ്റെ വിക്കറ്റ് കീപ്പർ ബാറ്റർ ആരാണ്? അത് നിക്കോളാസ് പൂരനാണ്. അടുത്ത 10ാമത്തെ ചോദ്യം, ബേപ്പൂരിനും അഴീക്കലിനുമിടയിൽ കേരളത്തിൻ്റെ സമുദ്രാതിർത്തിയിൽ തീപിടിച്ച് അപകടത്തിൽപ്പെട്ട ചരക്ക് കപ്പൽ ഏതാണത്? MV വാൻഹായ് 503 എന്ന് പറയുന്ന കപ്പലാണ്. അപ്പോൾ ബേപ്പൂരിനും അഴീക്കലിനുമിടയിലായിട്ട് കേരളത്തിൻ്റെ സമുദ്രാതിർത്തിയിൽ തീപിടിച്ച് അപകടത്തിൽപ്പെട്ട ചരക്ക് കപ്പൽ ഏതാണ്? MV വാൻഹായ് 503 എന്ന് പറയുന്ന കപ്പലാണ്. 11ാമത്തെ ചോദ്യമാണ്, 2026 ജൂണിൽ ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് ചെയ്യുന്നതിനിടെ തകർന്നു വീണ ജപ്പാൻ്റെ സ്വകാര്യ കമ്പനിയായ ഐസ്പേസിൻ്റെ ചാന്ദ്ര ദൗത്യമേത്? അത് റെസിലിയൻസ് ആണ്. 2026 ജൂൺ മാസത്തിൽ ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് ചെയ്യുന്നതിനിടെ തകർന്നു വീണ ജപ്പാൻ്റെ സ്വകാര്യ കമ്പനിയായ ഐസ്പേസിൻ്റെ ചാന്ദ്ര ദൗത്യം ഏതായിരുന്നു? അത് നമ്മുടെ റെസിലിയൻസ് എന്ന് പറയുന്ന ചാന്ദ്ര ദൗത്യമായിരുന്നു. അപ്പോൾ റെസിലിയൻസ് ഏതാണ്? നമ്മുടെ ജപ്പാൻ്റെ ആ ഒരു പ്രൈവറ്റ് കമ്പനിയുടെ ചാന്ദ്ര ദൗത്യമായിരുന്നു. ഏതാണ്? റെസിലിയൻസ്. അടുത്ത് 12ാമത്തെ ചോദ്യം, 2025 നോർവേ ചെസ് കിരീട ജേതാവ് ആരാണ്? അത് മാഗ്നസ് കാൾസൺ ആണ്. 2025 നോർവേ ചെസ് കിരീട ജേതാവ് ആരാണ്? അത് മാഗ്നസ് കാൾസൺ ആണ്. 2025 നോർവേ ചെസ് കിരീട ജേതാവ് ആരാണത്? അത് മാഗ്നസ് കാൾസൺ ആണ്. അടുത്ത് 13ാമത്തെ ചോദ്യമാണ്, ലോക പരിസ്ഥിതി ദിനത്തിൽ പ്രധാനമന്ത്രി നട്ടുപിടിച്ച ചെടി ഏത് ചെടിയാണ്? അത് സിന്ദൂറാണ്. അപ്പോൾ ലോക പരിസ്ഥിതി ദിനത്തിൽ നമ്മുടെ പ്രധാനമന്ത്രി നട്ടുപിടിപ്പിച്ച ചെടി ഏതാണ്? അത് സിന്ദൂറാണ്. ഏതാണ്? സിന്ദൂർ. അടുത്ത 14ാമത്തെ ചോദ്യമാണ്, ഐക്യരാഷ്ട്രസഭയുടെ 3ാമത് സമുദ്ര സമ്മേളനത്തിന് വേദിയായത് എവിടെയാണ്ടാ? ഫ്രാൻസിലെ നൈസിലാണ്. അപ്പോൾ ഐക്യരാഷ്ട്രസഭയുടെ 3ാമത് സമുദ്ര സമ്മേളനത്തിന് വേദിയായത് നൈസ്, ഫ്രാൻസ്. അപ്പോൾ ഐക്യരാഷ്ട്രസഭയുടെ 3ാമത് സമുദ്ര സമ്മേളനത്തിന് വേദിയായത് എവിടെയാണ്? ഫ്രാൻസിലെ നൈസിലാണ്. അടുത്ത 15ാമത്തെ ചോദ്യം, 2023-25 ICC ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് കിരീട ജേതാക്കൾ ആരാണ്? അത് ദക്ഷിണാഫ്രിക്കയാണ്. 2023-25 ICC ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് കിരീട ജേതാക്കൾ ആരാണത്? അത് ദക്ഷിണാഫ്രിക്കയാണ്. 2023-25 ICC ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് കിരീട ജേതാക്കൾ ആരാണത്? അത് ദക്ഷിണാഫ്രിക്കയാണ്. മനസ്സിലായല്ലോ. അടുത്ത 16ാമത്തെ ചോദ്യം,
ലോക സാമ്പത്തിക ഫോറം പ്രസിദ്ധീകരിച്ച ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് റിപ്പോർട്ട് 2025 പ്രകാരം ഇന്ത്യയുടെ റാങ്ക് എത്രയാണ്? 131ാമത്തെ റാങ്കാണ്. അപ്പോൾ ലോക സാമ്പത്തിക ഫോറം പ്രസിദ്ധീകരിച്ച ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ഏതാണ്? ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് റിപ്പോർട്ട് 2025 ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 131. ഇതൊന്ന് ശ്രദ്ധിക്കുക. ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് റിപ്പോർട്ട് 2025 പ്രസിദ്ധീകരിച്ചത് ലോക സാമ്പത്തിക ഫോറമാണ്. എത്രാമത്തെ റാങ്കാണ് ഇന്ത്യക്ക്? 131. അടുത്ത 17ാമത്തെ ചോദ്യം. UN പൊതുസഭയുടെ പ്രസിഡന്റ് ആരാണ്? അനലീന ബാർബോക്കാണ്. അപ്പോൾ UN പൊതുസഭയുടെ പ്രസിഡന്റ് ആരാണ്? അത് അനലീന ബാർബോക്കാണ്. കറണ്ട് അഫേഴ്സ് ഞാൻ ഞാൻ മാക്സിമം എന്ത് ചെയ്യും, കറണ്ട് അഫേഴ്സ് ആ ഒരു ലെവലിൽ ഞാനിത് കംപ്ലീറ്റ് ആക്കാൻ ശ്രമിക്കും. കംപ്ലീറ്റ് ആക്കാനുള്ള ഓപ്ഷൻ ഇല്ല. പക്ഷേ നിങ്ങൾ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഒരു 90% ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയിലിരിക്കും. ആ ഒരു രീതിയിൽ ഞാനൊരു കറണ്ട് അഫേഴ്സ് ചെയ്യുള്ളൂ. അപ്പോൾ UN പൊതുസഭയുടെ പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുത്ത ആരാണ്? അനലീന ബാർബോക്കാണ്. അപ്പോൾ UN പൊതുസഭയുടെ പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുത്ത ആരാണ്? അനലീന ബാർബോക്ക്. UN പൊതുസഭാ പ്രസിഡന്റ് അനലീന ബാർബോക്ക്. അടുത്ത്, കാസ്പിയർ ഗൾ ലാറസ് കാച്ചിനൻസ് എന്ന അപൂർവ ദേശാടന പക്ഷിയെ കണ്ടെത്തിയ സംസ്ഥാനം എവിടെയായിരിക്കും? നമ്മുടെ കേരളത്തിലാണ്. അപ്പോൾ കാസ്പിയർ ഗൾ അല്ലെങ്കിൽ ലാറസ് കാച്ചിനൻസ് എന്ന അപൂർവ ദേശാടന പക്ഷിയെ കണ്ടെത്തിയ സംസ്ഥാനം ഏതാണ്ടാ? നമ്മുടെ കേരളമാണ്. അപ്പോൾ കാസ്പിയൻ ഗൾ അല്ലെങ്കിൽ ലാറസ് കാച്ചിനൻസ് എന്ന അപൂർവ ദേശാടന പക്ഷിയെ കണ്ടെത്തിയ സംസ്ഥാനം ഏതാണ്? നമ്മുടെ കേരളമാണ്. അടുത്ത ചോദ്യം. ICC ഹോൾ ഓഫ് ഫെയിമിൽ അടുത്തിടെ ഉൾപ്പെട്ട ഇന്ത്യൻ ക്രിക്കറ്റ് താരം നമ്മുടെ തല എന്ന് പറയുന്ന മഹേന്ദ്ര സിംഗ് ധോണിയാണ്. അപ്പോൾ ICC ഹോൾ ഓഫ് ഫെയിമിൽ അടുത്തിടെ ഉൾപ്പെട്ട ഇന്ത്യൻ ക്രിക്കറ്റ് താരം ആരാണ്? മഹേന്ദ്ര സിംഗ് ധോണിയാണ്. അടുത്ത്, ഫേസ്ബുക്കും വാട്സാപ്പും ഇൻസ്റ്റഗ്രാമും അടക്കമുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുടെ മാതൃകമ്പനിയായ മെറ്റയുടെ ഇന്ത്യയിലെ മാനേജിംഗ് ഡയറക്ടർ ആരാണ്? അരുൺ ശ്രീനിവാസാണ്. നമ്മൾ ഇത്രയൊന്നും പറയണ്ട. മെറ്റയുടെ ഇന്ത്യയിലെ മാനേജിംഗ് ഡയറക്ടർ ആരാണ്ടാ? അത് അരുൺ ശ്രീനിവാസാണ്. അപ്പോൾ മെറ്റയുടെ ഇന്ത്യയിലെ മാനേജിംഗ് ഡയറക്ടർ ആരാണ്? അത് അരുൺ ശ്രീനിവാസാണ്. അരുൺ ശ്രീനിവാസാണ് മെറ്റയുടെ ഇന്ത്യയിലെ മാനേജിംഗ് ഡയറക്ടർ. അടുത്ത ചോദ്യം. ഥാർ മരുഭൂമിയുടെ വ്യാപനം തടയുന്നതിനും ആരവല്ലി പർവ്വതനിരയെ പുനരുജ്ജീവിപ്പിക്കുന്നതിനും ലക്ഷ്യമിടുന്ന കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതി. പേരിൽ തന്നെയുണ്ട്, ആരവല്ലി ഗ്രീൻ ബോൾ പദ്ധതി. അപ്പോൾ ഥാർ മരുഭൂമിയുടെ വ്യാപനം തടയുന്നതിനും ആരവല്ലി പർവ്വതനിരയെ പുനരുജ്ജീവിപ്പിക്കുന്നതിനും ലക്ഷ്യമിടുന്ന കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതി ഏതാണത്? അത് ആരവല്ലി ഗ്രീൻ ബോൾ പദ്ധതിയാണ്. ആരവല്ലി ഗ്രീൻ ബോൾ പദ്ധതി. അടുത്ത ചോദ്യം. മാലിദ്വീപ് ടൂറിസത്തിൻ്റെ ആഗോള അംബാസിഡറായി നിയമിതയായ വ്യക്തി ആരാണ്? അത് കത്രീന കൈഫാണ്. അപ്പോൾ മാലിദ്വീപ് ടൂറിസത്തിൻ്റെ ആഗോള അംബാസിഡറായി നിയമിതയായ ആരാണ്? അത് കത്രീന കൈഫ്. കത്രീന കൈഫ്. 2025 സ്പോർട്സ് ലോകകപ്പിൻ്റെ ആഗോള അംബാസിഡറായി തിരഞ്ഞെടുക്കപ്പെട്ട പ്രശസ്ത ഫുട്ബോൾ താരം. ചോദ്യം ഒന്നുകൂടി. 2025 സ്പോർട്സ് ലോകകപ്പിൻ്റെ ആഗോള അംബാസിഡറായി തിരഞ്ഞെടുക്കപ്പെട്ട പ്രശസ്ത ഫുട്ബോൾ താരം ആരാണ്ടാ? അത് നമ്മുടെ ക്രിസ്ത്യാനോ റൊണാൾഡോയാണ്. അപ്പോൾ CR7 എന്നറിയപ്പെടുന്ന താരമാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ, എല്ലാവർക്കും അറിയാം. അപ്പോൾ 2025 സ്പോർട്സ് ലോകകപ്പിൻ്റെ ആഗോള അംബാസിഡറായി തിരഞ്ഞെടുക്കപ്പെട്ട ഫുട്ബോൾ താരം ആരാണ്? അത് ക്രിസ്ത്യാനോ റൊണാൾഡോയാണ്. അടുത്ത ചോദ്യം. 2025 നേഷൻസ് ലീഗ് കിരീട ജേതാക്കൾ ആരാണ്? അത് പോർച്ചുഗലാണ്. അപ്പോൾ 2025 നേഷൻസ് ലീഗ് കിരീട ജേതാക്കൾ ആരാണ്? അത് പോർച്ചുഗലാണ്. 2025 നേഷൻസ് ലീഗ് കിരീട ജേതാക്കൾ ആരാണത്? അത് പോർച്ചുഗലാണ്. പോർച്ചുഗൽ. അടുത്ത്, പോളണ്ടിൻ്റെ പുതിയ പ്രസിഡൻ്റായി നിയമിതനായത് ആരാണ്? കരോൾ നൗറോക്കിയാണ്. അപ്പോൾ പോളണ്ടിൻ്റെ പുതിയ പ്രസിഡൻ്റ് ആരാണ്ടാ? കരോള് നൗറോക്കി. പോളണ്ടിൻ്റെ പുതിയ പ്രസിഡന്റ് ആരാണ്? കരോള് നൗറോക്കി. പോളണ്ടിൻ്റെ പുതിയ പ്രസിഡന്റ് കരോള് നൗറോക്കി. അടുത്ത ചോദ്യം. 2025 ജൂൺ പ്രകാരം മൈക്രോസോഫ്റ്റിനെ മറികടന്ന് ലോകത്തിലെ ഏറ്റവും വലിയ മൂല്യമുള്ള കമ്പനിയായി മാറിയത് ഏതാണ്? NVIDIA. ആപ്പിൾ അല്ല, NVIDIA. 2025 ജൂൺ വരെയുള്ള ആ ഒരു കണക്ക് പ്രകാരം നമ്മുടെ മൈക്രോസോഫ്റ്റിനെ മറികടന്ന്
ലോകത്തിലെ ഏറ്റവും വലിയ മൂല്യമുള്ള കമ്പനിയായി മാറിയത് ഏതാണ്? നമ്മുടെ NVIDIA. ഏതാണ്? NVIDIA. അടുത്ത ചോദ്യം, ഇന്ത്യൻ നാവികസേനയുടെ ആൻറ്റി സബ്മറൈൻ വാർഫെയർ ഷാലോ വാട്ടർ ക്രാഫ്റ്റ് ASWSWC പരമ്പരയിലെ ആദ്യത്തെ യുദ്ധക്കപ്പൽ ഏതാണ്? INS അർണാലയാണ്. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ നേവിയുടെ ആൻറ്റി സബ്മറൈൻ വാർഫെയർ ഷാലോ വാട്ടർ ക്രാഫ്റ്റ് ASWSWC പരമ്പരയിലെ ആദ്യത്തെ യുദ്ധക്കപ്പൽ ഏതാണ്ടാ? INS അർണാല. അടുത്ത ചോദ്യം, ആയുഷ് മന്ത്രാലയം ആരംഭിച്ച നിക്ഷേപക കേന്ദ്രീകൃത പോർട്ടൽ ഏതാണ്? ആയുഷ് നിവേശ് സാരഥിയാണ്. അപ്പോൾ ആയുഷ് മന്ത്രാലയം ആരംഭിച്ച നിക്ഷേപക കേന്ദ്രീകൃത പോർട്ടൽ ആയുഷ് നിവേശ് സാരഥി. ആയുഷ് മന്ത്രാലയം ആരംഭിച്ച നിക്ഷേപക കേന്ദ്രീകൃത പോർട്ടൽ ഏതാണ്? ആയുഷ് നിവേശ് സാരഥി. അടുത്ത ചോദ്യം, 2024 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം നേടിയത് ആരാണ്? 2024 ആരാണ്? സാറാ ജോസഫാണ്. ഇപ്പോൾ 2024 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം നേടിയത് ആരാണ്? അത് സാറാ ജോസഫാണ്. ഇപ്പോൾ 2024 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം നേടിയത് ആരാണ്? അത് സാറാ ജോസഫാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോയിലെ അവസാനത്തെ ചോദ്യമാണ്, 2025 UN സുരക്ഷാ കൗൺസിലിൻ്റെ താലിബാൻ ഉപരോധ സമിതിയുടെ അധ്യക്ഷ സ്ഥാനവും 15 രാജ്യങ്ങളുള്ള UN ബോഡിയുടെ തീവ്രവാദ വിരുദ്ധ സമിതിയുടെ വൈസ് ചെയർമാൻ സ്ഥാനവും ലഭിച്ച രാജ്യം ഏതാണത്? അത് പാകിസ്ഥാനാണ്. അപ്പോൾ വലിയ ഇമ്പോർട്ടൻ്റുള്ള ചോദ്യമല്ല. 2025 UN സുരക്ഷാ കൗൺസിലിൻ്റെ താലിബാൻ ഉപരോധ സമിതിയുടെ അധ്യക്ഷ സ്ഥാനവും 15 രാജ്യങ്ങളുള്ള UN ബോഡിയുടെ തീവ്രവാദ വിരുദ്ധ സമിതിയുടെ വൈസ് ചെയർമാൻ സ്ഥാനവും ലഭിച്ച രാജ്യം ഏതാണ്? അത് പാകിസ്ഥാനാണ്. മനസ്സിലായല്ലോ? അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് ഇന്ന് പറഞ്ഞ ചോദ്യങ്ങൾ ഇത്രയും വരെ നോക്കിയിട്ട് ഈ ഒരു വീഡിയോ നമുക്ക് അവസാനിപ്പിക്കാം. നമ്മുടെ ക്ലാസ് എങ്ങനെയുണ്ടെന്നുള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കണം. ഓക്കെ. അപ്പോൾ ആദ്യമായിട്ട് പറഞ്ഞ് നമ്മുടെ ചോദ്യം, ദേശീയ വായനാ ദിനം എന്നാണ്? ജൂൺ 19 ഇറാൻ്റെ തന്ത്രപ്രധാന കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രായേൽ അടുത്തിടെ നടത്തിയ സൈനിക നടപടിയാണ് ഓപ്പറേഷൻ റൈസിംഗ് ലയൺ എന്ന് പറയുന്നത്. 2025 ജൂൺ 12 അഹമ്മദാബാദിൽ തകർന്നു വീണ എയർ ഇന്ത്യ വിമാനം ബോയിങ് 787 ഡ്രീം ലൈനർ AI-171. US-ൻ്റെ പുതിയ മിസൈൽ പ്രതിരോധ സംവിധാനത്തിൻ്റെ പേര് ഏതാണ്? ഗോൾഡൻ ഡോമാണ്. ഉള്ളൂർ സ്മാരക സമിതി മികച്ച കവിതാ സമാഹാരത്തിന് ഏർപ്പെടുത്തിയിട്ടുള്ള ഉള്ളൂർ അവാർഡ് 2025 നേടിയ വ്യക്തി ആരാണ്? മഞ്ജു വെള്ളായണിയാണ്. കൃതി ഏതാണ്? ജലജമന്തികൾ. അപ്പോൾ ഈ വെള്ളായണി എന്ന് പറയുന്നത് ഫുള്ള് ആ ഒരു വെള്ളമാണ് എന്ന് ഓർക്കുക. നോർമലി അവിടെ എന്താണ് നമ്മുടെ ചെറിയൊരു കായലും അമ്പലമൊക്കെ ഉള്ള സ്ഥലമാണ് വെള്ളായണി എന്ന് പറയുന്നത്. അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത ആ ഒരു ഇതിലങ്ങ് ഓർക്കുക, എന്താണ്? ജലജമന്തികൾ എന്നാണ് കൃതിയുടെ പേര്. അടുത്ത, ദക്ഷിണ കൊറിയയുടെ പുതിയ പ്രസിഡന്റ് ആരാണ്? ലീ ജെ മ്യൂങ് ആണ്. തപാൽ ഇടപാടുകൾക്ക് ഉപയോഗിക്കുന്ന പിൻകോഡ് പോലെ ഡിജിറ്റലായിട്ട് വിലാസങ്ങൾ അടയാളപ്പെടുത്തുവാനും കണ്ടെത്തുവാനും തപാൽ വകുപ്പ് അവതരിപ്പിച്ച സംവിധാനം ഏതാണ്? ഡിജിറ്റൽ പോസ്റ്റൽ ഇൻഡെക്സ് നമ്പർ, ഡിജി പിൻ എന്നാണ്. അടുത്ത ചോദ്യം, ഇലോൺ മസ്കിൻ്റെ വൈദ്യുത കാർ നിർമ്മാണ കമ്പനിയായ ടെസ്ലയുടെ ഹ്യൂമനോയിഡ് റോബോട്ട് പദ്ധതിയുടെ തലവനായിട്ട് നിയമിതനായ ഇന്ത്യൻ വംശജൻ ആരാണ്? അശോക് എള്ളുസ്വാമി. 2025 ജൂണിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച വെസ്റ്റ് ഇൻഡീസിൻ്റെ വിക്കറ്റ് കീപ്പർ ബാറ്റർ ആരാണ്? നിക്കോളാസ് പൂരനാണ്. ബേപ്പൂരിനും അഴീക്കലിനുമിടയിൽ കേരളത്തിൻ്റെ സമുദ്രാതിർത്തിയിൽ തീപിടിച്ച് അപകടത്തിൽപ്പെട്ട ചരക്ക് കപ്പൽ ഏതാണ്? MV വാൻഹായ് 503. 2026 ജൂണിൽ ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് ചെയ്യുന്നതിനിടെ തകർന്നു വീണ ജപ്പാൻ്റെ സ്വകാര്യ കമ്പനിയായ ഐസ്പേസിൻ്റെ ചാന്ദ്രദൗത്യം ഏതാണ്? റെസിലിയൻസ് ആണ്. 2025 നോർവേ ചെസ് കിരീട ജേതാവ് ആരാണ്? മാഗ്നസ് കാൾസൺ. ലോക പരിസ്ഥിതി ദിനത്തിൽ പ്രധാനമന്ത്രി നട്ടുപിടിപ്പിച്ച ചെടി ഏതാണ്? അത് സിന്ദൂറാണ്. ഐക്യരാഷ്ട്രസഭയുടെ 3ാമത് സമുദ്ര സമ്മേളനത്തിന് വേദിയായത് നൈസ്, ഫ്രാൻസ്. 2023-25 ICC ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് കിരീട ജേതാക്കൾ ആരാണത്? അത് ദക്ഷിണാഫ്രിക്കയാണ്. ലോക സാമ്പത്തിക ഫോറം പ്രസിദ്ധീകരിച്ച ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് റിപ്പോർട്ട് 2025 പ്രകാരം ഇന്ത്യയുടെ റാങ്ക് എത്രയാണ്? 131. UN പൊതുസഭയുടെ പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? അല്ലീന ബാർബോക്ക്. കാസ്പിയൻ ഗൾ അല്ലെങ്കിൽ ലാറസ് കാച്ചിനൻസ് എന്ന അപൂർവ ദേശാടന പക്ഷിയെ കണ്ടെത്തിയ സംസ്ഥാനം നമ്മുടെ കേരളമാണ്.
ICC ഹോൾ ഓഫ് ഫെയിമിൽ അടുത്തിടെ ഉൾപ്പെട്ട ഇന്ത്യൻ ക്രിക്കറ്റ് താരം നമ്മുടെ തല എന്നറിയപ്പെടുന്ന മഹേന്ദ്ര സിംഗ് ധോണിയാണ്. ഫേസ്ബുക്കും വാട്സാപ്പും ഇൻസ്റ്റാഗ്രാമും അടക്കമുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുടെ മാതൃ കമ്പനിയായ മെറ്റയുടെ ഇന്ത്യയിലെ മാനേജിംഗ് ഡയറക്ടർ ആരാണ്? അരുൺ ശ്രീനിവാസ്. താർ മരുഭൂമിയുടെ വ്യാപനം തടയുന്നതിനും ആരവല്ലി പർവ്വതനിരയെ പുനരുജ്ജീവിപ്പിക്കുന്നതിനും ലക്ഷ്യമിടുന്ന കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതി ആരവല്ലി ഗ്രീൻ വാൾ പദ്ധതിയാണ്. മാലിദ്വീപ് ടൂറിസത്തിൻ്റെ ആഗോള അംബാസിഡർ ആരാണ്? കത്രീന കൈഫാണ്. 2025 ഇ സ്പോർട്സ് ലോകകപ്പിൻ്റെ ആഗോള അംബാസിഡർ ആരാണ്? നമ്മുടെ ഫുട്ബോൾ താരം CR7 ക്രിസ്ത്യാനോ റൊണാൾഡോ. 2025 നേഷൻസ് ലീഗ് കിരീട ജേതാക്കൾ അത് പോർച്ചുഗലാണ്. പോളണ്ടിൻ്റെ പുതിയ പ്രസിഡന്റ് കരോൾ നൗറോക്കി. പോളണ്ടിൻ്റെ പ്രസിഡന്റ് ആരാണ്? കരോൾ നൗറോക്കി. 2025 ജൂൺ വരെയുള്ള ആ ഒരു കണക്ക് പ്രകാരം മൈക്രോസോഫ്റ്റിനെ മറികടന്ന് ലോകത്തിലെ ഏറ്റവും മൂല്യമുള്ള കമ്പനി ഏതാണത്? അത് NVIDIA ആണ്. ഇന്ത്യൻ നാവികസേനയുടെ ആൻറ്റി സബ്മറൈൻ വാർഫെയർ ഷാലോ വാട്ടർ ക്രാഫ്റ്റ് ASWC പരമ്പരയിലെ ആദ്യത്തെ യുദ്ധക്കപ്പൽ ഏതാണ്? INS അർണാല. ആയുഷ് മന്ത്രാലയം ആരംഭിച്ച നിക്ഷേപക കേന്ദ്രീകൃത പോർട്ടൽ ഏതാണ്ടാ? ആയുഷ് നിവേശ് സാരഥി. 2024 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം നേടിയത് ആരാണ്? അത് സാറ ജോസഫാണ്. 2025 UN സുരക്ഷാ കൗൺസിലിൻ്റെ താലിബാൻ ഉപരോധ സമിതിയുടെ അധ്യക്ഷ സ്ഥാനവും 15 രാജ്യങ്ങളുള്ള UN ബോഡിയുടെ തീവ്രവാദ വിരുദ്ധ സമിതിയുടെ വൈസ് ചെയർമാൻ സ്ഥാനവും ലഭിച്ച രാജ്യം ഏതാണ്? അത് പാകിസ്ഥാനാണ്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ സജഷൻസൊക്കെ ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്താം. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.